ഹായ് ഓൾ, ഇന്ന് വ്യത്യസ്തമായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ പെരുംജീരകം ഇട്ടു. ഇനി നമുക്ക് സവോള, ഒരു 2 സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് വഴലാനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിടാം. ഇനി രണ്ടും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയം കൊണ്ട് 2 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരയേണ്ട, ഇടിക്കുന്ന കല്ല് വെച്ചൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ നിങ്ങൾ കമൻറ്റുകൾ ഇടുക. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആദ്യം മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണും മുളക് പൊടി 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുക. ഇനി ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. എരിയൊക്കെ പാകത്തിന് അവരവരുടെ ആവശ്യത്തിന് ഇടുക. കുട്ടികൾക്കാണ് എരി കുറച്ചിട്ടാൽ മതി. കാരണം 2 പച്ചമുളക് ചതച്ചത് കൊണ്ടാണ് കുറച്ച് മുളക് പൊടി ഇട്ടത്. ഇനി കറിവേപ്പിലയും കൂടി ഇടാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഈ മസാലയെല്ലാം ആ ഉള്ളിയിലെല്ലാം ഒന്ന് പിടിച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയട്ടെ. നമുക്കിനി മുട്ട ഈ സമയം കൊണ്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നും ഒരേ മസാലക്കറി കഴിക്കുമ്പം നമുക്കൊരു മടുപ്പ് തോന്നുമ്പം ഇനി ഇങ്ങനെയൊന്ന് മുട്ടക്കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. നമ്മൾ മുട്ടക്കറി വയ്ക്കുമ്പം പ്ലെയിനായിട്ട് വെറുതെ മുട്ടക്കറി വയ്ക്കും, പിന്നെ തേങ്ങ പാലൊഴിച്ച് വെക്കും. ഇങ്ങനെ പല രീതിയിലും നമ്മൾ വയ്ക്കും. എന്നാൽ ഇനിയും വെക്കുമ്പോൾ തേങ്ങ അരച്ച് ഒരു 1/4 കപ്പ് തേങ്ങയാണ് ഞാൻ അരച്ച് ചേർക്കുന്നത്. അരച്ച് വെച്ച് നോക്കിക്കേ, വേറൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുന്നത്. നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ച് വേണം കറിയിൽ ചേർക്കാനെ കൊണ്ട്. ഇനി ഇങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് തിളവരട്ടെ. ഈ സമയം കൊണ്ട് മുട്ട പുഴുങ്ങിയത് പൊളിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് കുറച്ച് ഉപ്പൂടെ വേണമായിരുന്നു, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മുട്ട നൈഫ് വെച്ചിട്ട് വരഞ്ഞിടുന്നവരുണ്ട്. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഇടുകയാണ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ലാസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇത് നൂലപ്പം, പത്തരി, ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. കാരണം വളരെ എരി കുറഞ്ഞിട്ടുള്ള ഒരു കറിയാണ്. ടേസ്റ്റ് സ്ഥിരം മുട്ടക്കറി, മസാല മുട്ടക്കറിയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിന്ന് നൂലപ്പത്തിൻ്റെ കൂടെയാണ് ഇത് വിളമ്പുന്നത്. ഇടിയപ്പം, നൂലപ്പം എന്നൊക്കെ ഇതിന് പറയും. നിങ്ങളെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.